അമ്മേ ചേട്ടാ എന്തടി കേശു എന്ത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. എന്ത് കാര്യം? അത് പറയാ ഞാൻ. ജോലി ഉണ്ട് പോടുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. കേട്ടിട്ട് പോ. കേട്ടിട്ട് പോ. എന്തോന്ന് പറയുന്ന പെട്ടെന്ന് പറയാം. പണിയുണ്ട് ഇവിടെ അടുക്കളയില്. കേക്കുമ്പോ രണ്ടുപേർക്കും വിഷമമാവും. രണ്ടുപേർക്കും അല്ല, ഞങ്ങക്ക് എല്ലാവർക്കും വിഷമാവും. അന്ന് പറയണ്ട. അല്ല അല്ല പിന്നെ കേക്ക് ഒന്ന് പറലിച്ചു. കേശു നീ ശിവനെ കൊണ്ട് പോടാ. അവള് കേക്കാൻ പാടാത്ത കാര്യം. അങ്ങനെ ഇപ്പൊ എന്നെ മറച്ചിട്ടൊന്നും പറയണ്ട. ചേച്ചി പറയേ. അച്ഛൻ ഈ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, ലേബർ റൂമിൽ പ്രസവ സമയത്ത് കുഞ്ഞു മാറിപ്പോയിന്നൊക്കെ? പത്രത്തിൽ മാത്രമല്ല, അങ്ങനത്തെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഇതും അതേപോലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ആവാൻ ചാൻസാ? വളച്ചേട്ടാ കാര്യം പറയാവുന്നു പെട്ടെന്ന്. അമ്മയുടെ 4ാമത്തെ പ്രസവ സമയത്ത് കുഞ്ഞ് മാറിപ്പോയി കാണും അച്ഛാ. ശിവാനി അച്ഛൻ്റെ അമ്മയുടെ മോളല്ല. കൊള്ളാം. എന്റെ അച്ഛൻ ചിരിച്ചുള്ള പറഞ്ഞിട്ട് കാര്യമായിട്ട് പറഞ്ഞതാ. ശിവാനിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓ നെഗറ്റീവ് ആണോ? അന്ന് അച്ഛന്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് ശിവാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് അല്ല അച്ഛാ. അങ്ങനെ പറഞ്ഞ നീ ഓരോ അവസരത്തൊക്കെ നോക്കി ഓരോ പുസ്തകങ്ങൾ വായിച്ചിട്ട് വിട്ടിത്തരം എഴുന്നള്ളിക്കല്ലേ കേട്ടാ. ഞാൻ വിഡ്ഢിത്തരം എഴുന്നള്ളിച്ചതോ അവിടെ ഇവിടെ കേട്ട് വായിച്ചോ പറഞ്ഞിട്ടൊന്നും അല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അംഗനവാടിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടർ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്തതാ. ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി, അച്ഛൻ്റെ അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള റിലേഷനെ പറ്റിയിട്ടും. അപ്പോൾ ഞാൻ അത് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ 4 മക്കളുടെയും ബ്ലഡ് ഗ്രൂപ്പ് അച്ഛൻ്റെ അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാച്ചാ. പക്ഷെ ശിവാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചല്ല. മാച്ചല്ല എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ ശിവാനി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. വിശ്വസിക്കണ്ട. വാ പറ. നാളെ കഴിഞ്ഞാൽ പറയോ? വിശ്വസിക്കണ്ട, അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. ഇങ്ങനെ ഉണ്ടോ അസൂയ? എനിക്കെന്തിനും അസൂയ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാന്ന്. എനിക്കിത് പണ്ടേ ഡൗട്ടുള്ള കാര്യമായിരുന്നു. നീ അവളുടെ ഫ്രണ്ട് വെച്ചത് പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല അവളെ മാറ്റാൻ. അപ്പൊ നിങ്ങളെല്ലാം കൂടെ അല്ലേ പറഞ്ഞത് അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പറയിപ്പിച്ചേ. എന്നിട്ടിപ്പോ നല്ല വിഷമമായിട്ടുണ്ട്. പിന്നെ വിഷമാവായിരിക്കൂ? നമ്മളെല്ലാരും അവളുടെ ആര്യമില്ലെന്ന് പറയുമ്പോ വിഷമാവൂല്ലേ? വിഷമാവും, പിന്നെ അത് പയ്യെ പയ്യെ അങ്ങ് മാറിക്കോളും. ചേച്ചിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എവിടെന്നെങ്കിലും ഈ കാര്യം കുത്തിപ്പോയിക്കൊണ്ട് വരാൻ? എടേ ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. അതിന് ഞാനൊരു നിയോഗമായി. നിയോഗം മണ്ണാങ്കട്ട. ഏതോ ഒരു പൊട്ട ഡോക്ടർ വന്ന് കേട്ടോണ്ട് വന്നിട്ട് പറഞ്ഞേക്കുവോ? പൊട്ട ഡോക്ടറാ? അതാ. എടാ കഴിഞ്ഞ കൊല്ലേ ആ ഡോക്ടറിന് സർക്കാരിന്റെ വക എന്താ അവാർഡൊക്കെ കിട്ടിയതാ. പോരാത്തിന് പുള്ളി ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി എന്തൊക്കെ ഗവേഷണമൊക്കെ അതൊക്കെ നടത്തിയിട്ടുള്ളതാ. മനുഷ്യരുണ്ടായിട്ട് എത്ര കാലമായിടി? അന്ന് ആദ്യകാലത്തൊക്കെ എല്ലാവർക്കും അറിയാറുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നൊക്കെ. അതറിഞ്ഞിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ജീവിച്ചത്. അന്നില്ലാത്ത പ്രശ്നം ഇപ്പൊ എന്താടി? ശാസ്ത്രം സത്യമാണ് ചേട്ടാ, അത് അംഗീകരിച്ചേ പറ്റൂ. ശാസ്ത്രം മണ്ണാകട്ടെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇത്ര നാൾ അവളെന്റെ അനിയത്തിയായിരുന്നു, ഇനി അങ്ങോട്ട് അത് തന്നെ. എനിക്കും. നിങ്ങക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. ഓരോന്നും കണ്ടുപിടിച്ചിട്ട് ഒന്നോളോള് എന്ത് വന്നല്ല അവിടെ നിന്നപ്പോഴേ കേട്ടെ കലവല കലവല ശിവയുടെ കാര്യം സംസാരിച്ചോ? വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കല്ലേട്ടാ. ഒരു പ്രശ്നം ഉണ്ടാക്കി അത് വലുതാക്കാൻ നോക്കണം നീ. എന്റെ അമ്മ, എന്റെ അന്വേഷണത്തിലുള്ള കുറച്ച് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇത്ര വലിയ തെറ്റാണോ? നീ അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കാൻ ഷെർലക് ഹോംസാ? എഴുതി പാടി വരുന്നത്. ഒരു പ്രശ്നവും ഇല്ലായിട്ട് അവളിപ്പോ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. പറഞ്ഞതിന്റെ സീരിയസ്നെസ് എനിക്ക് വല്ല മനസ്സിലാവണ്ട. ചില്ലറ കളിയാ നീ കളിക്കുന്നത്. തമാശല്ല, ഞാനും കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാ. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീടിന്റെ ഓടട്ടെ, ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. ഓടിക്കഴിഞ്ഞിട്ട് 2 കൊടുത്തിട്ടായിരുന്നോ? നിനക്കാണ് തരണ്ട. അതിനൊപ്പം നിന്ന് സംസാരിച്ചില്ലേ? അല്ല, ഒന്നും സംസാരിച്ചില്ല. സംസാരിക്കണ്ട. നമുക്ക് ദേഷ്യം ഒന്നും ആരാണെങ്കിലും വായോട് മക്കളോ
നീ നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അവളെ എവിടെ കാണാം അവിടെ വെച്ചിട്ട് അടിക്കാം, നമുക്ക് ഓടിച്ചിട്ട് അടിക്കാം. വാ. അല്ല പിന്നെ നിനക്കൊന്നും വേറെ പണിയില്ലേടാ? എന്ത് കഥയൊക്കെ ഇരിക്കുന്നു. കഥയാ? ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് മോളെ മോളെ ശിവ ഇറങ്ങി പോട്ടെ കേട്ടോ വെച്ചാ. ഞാൻ നിന്റെ ചേട്ടനാടി. അല്ല, നീ എന്റെ ചേട്ടനല്ല. വേദനയോടാണെങ്കിലും ആ സത്യം ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ വേദനയായില്ലേ, ഇനി സത്യം മനസ്സിലാക്കിക്കോ. അടിച്ചോ, ഇനി എത്ര വേണമെങ്കിലും അടിച്ചോ, എനിക്ക് കുഴപ്പമില്ല. സഹതാപം. നീ ഞങ്ങളുടെ എന്തിനു ചൂടാണ് ശിവാനി? നീ ഞങ്ങളുടെ അനിയത്തിയല്ലേ? അങ്ങനെ ആരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ നിങ്ങളുടെ അനിയത്തിയാൻ സമ്മതിച്ചൊന്നും വേണ്ട. അമ്മേ അമ്മേ എന്നാ മോളെ? ഓ ദേ, എല്ലാവരും കണ്ടോ? ഞാൻ ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് അമ്മ ഓടി വന്ന കണ്ടാ? അത് നീ ഇത്ര നേരം അമ്മേനല്ലേ വിളിച്ചോണ്ടിരുന്നേ? ആ ഓർമ്മയിൽ ഓടി വന്നതാ അല്ലേ അമ്മേ? അമ്മേ ലച്ചു, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വലിച്ചെടുക്കല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ഇച്ചിരി കൂടണേ. കൊച്ചെന്നെ കയ്യിലായിപ്പോ, അല്ലെങ്കിൽ നിനക്ക് നല്ല തന്നെ ഞാനിപ്പോ. അമ്മേനെ തല്ലിക്കോ, അമ്മ തല്ലി ഞാൻ കൊള്ളും. അമ്മേന്റെ അമ്മയാണല്ലോ. പക്ഷെ നീ എന്നെ തൊടാൻ പാടില്ല ശിവ. കാരണം നീ എന്റെ അനിയത്തിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് ചേച്ചി അടിക്കാൻ, കാരണം ഞാൻ ചേച്ചിയുടെ അനിയനാണ്. ആണോ? ഞാൻ നിന്റെ ചേച്ചി, അപ്പൊ എനിക്ക് നിന്നെ അടിക്കാം. അമ്മ എന്താ ഇപ്പൊ തല്ലി? അടങ്ങിക്കണം. എന്ത് നീ എന്തിനാ ഇപ്പൊ തല്ലുന്നത്? അവളുടെ മുഖത്തിട്ട് കൊടുക്ക്. അവളാണ് വിളക്കുണ്ടാക്കണത്. അയ്യോ നീ മാറി, എന്നാലും എനിക്ക് പിടിച്ച് മാറ്റാൻ പറ്റൂ. എടാ നീ എന്തോടാ ഇങ്ങോട്ട് വാടാ. ആരോഗ്യങ്ങളെ ഉള്ളവരെ മൊത്തം തിന്ന് വലിച്ചു വാരി കയറ്റിക്കൊണ്ടു. പോടാ, പോടി. എടാ പോടാ, പോടാ. നീ എന്തിനാ നിൽക്കുന്നത്? കൊല്ലണം നീ പോടാ.